ഹെന്ന അപ്ലൈ ചെയ്യുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാറുണ്ടോ? ഹലോ ഗൈസ്, നമ്മൾ കയ്യിൽ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോ എല്ലാരും പറയുന്ന ചില കോമൺ സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അതിൽ പലതും മിത്താ. ലെറ്റ്സ് സ്റ്റോപ്പ് ബിലീവിംഗ് ദീസ് ഹെന്ന മിത്സ്. ഫസ്റ്റ് വൺ, ഓർഗാനിക് ഹെന്ന കോൺസ് ഇൻസ്റ്റന്റ് ആയിട്ട് ഡാർക്ക് സ്റ്റെയിൻ തരും. ഇതൊരു മിത്താ. കാരണം നാച്ചുറൽ ഹെന്ന കോണ്ട് സ്റ്റെയിൻ ഡെവലപ്പ് ആവാൻ 24 to 48 hours വേണം. അതുപോലെ തന്നെ ഹെന്ന പേസ്റ്റ് അറ്റ്ലീസ്റ്റ് 4 to 6 hours എങ്കിലും കയ്യിൽ നിൽക്കണം. എത്രത്തോളം കയ്യിൽ നിൽക്കുന്നോ അത്രയും ഡാർക്ക് ആവും. നമ്പർ 2, ബ്ലാക്ക് ഹെന്ന ബെസ്റ്റ് ആണെന്ന് പറയുന്നത്. നാച്ചുറൽ ഹെന്ന എന്ന് പറയുന്ന ഗ്രീനിഷ് ഷെയ്ഡ് ആണെന്ന് നമുക്കറിയാലോ. ഈ ബ്ലാക്ക് ഹെന്നയിൽ അല്ലറ ചില്ലറ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അത് റിയാക്ഷൻസ് ഉണ്ടാക്കാം. നമ്പർ 3, ഓർഗാനിക് ഹെന്ന കോൺസ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ സ്കിന്നിലും സെയിം കളർ ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ ബോഡി ഹീറ്റും സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആഫ്റ്റർ കെയറും എല്ലാം നമ്മുടെ ഹെന്ന പേസ്റ്റിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഇതിനനുസരിച്ചിട്ടുള്ള സ്റ്റെയിൻ ആവും കിട്ടുക. പോയിന്റ് നമ്പർ 4, ഹെന്ന പേസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പീൽ ചെയ്ത് കളയാം. ആ മണ്ടത്തരം നിങ്ങൾ ഒരിക്കലും ചെയ്തേക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെന്ന പേസ്റ്റ് എത്രത്തോളം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതോ അത് അത്ര നല്ലതന്നെ. ആൻഡ് ഫിഫ്ത് വൺ, ഹെന്ന അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഫാനോ അല്ലെങ്കിൽ AC ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻ കൂടുമെന്നുള്ളത്. ആക്ച്വലി ഹെന്ന ഇടുന്ന ടൈമിൽ നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വരക്കാൻ പറ്റൂല. നമ്മൾ വരയ്ക്കുന്ന ലൈനൊക്കെ കാറ്റിൽ അങ്ങനെ പോകും. നമ്മൾ ഹെന്ന ഇടുന്ന ടൈമിൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. കോൾഡ് ആയിട്ടുള്ള എയർ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെയിൻ ഡെവലപ്പ് ആവൂല. മനസ്സിലായോ? അപ്പൊ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെന്ന സ്റ്റെയിനിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഹെന്ന സ്റ്റെയിൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഹെന്നേനെ കുറ്റം പറഞ്ഞ അടി. എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.